പാട്ടും ഡാൻസുമൊക്കെയായി സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ വിനോദയാത്ര. ആലപ്പുഴയിൽ സി കുട്ടനാട് എന്ന ടൂറിസം ബോട്ടിലാണ് ഉല്ലാസയാത്ര ഒരുക്കിയത്. മനോഹരമായ കുട്ടനാടൻ കാഴ്ചകൾക്കൊപ്പം പാട്ടും ഡാൻസും കളികളുമൊക്കെയായി 5 മണിക്കൂർ നീളുന്ന അടിപൊളി യാത്രയ്ക്ക് ആലപ്പുഴയൊരുങ്ങി. സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ സി കുട്ടനാട് എന്ന ടൂറിസം ബോട്ടാണ് വിനോദയാത്രയ്ക്കായി ഒരുങ്ങിയത്. രാവിലെ 11 മണിക്ക് ആലപ്പുഴ ബസ് സ്റ്റാൻഡ് ബോട്ട് ജെട്ടിയിൽ നിന്നും പുറപ്പെടുന്ന ടൂറിസം ബോട്ടാണ് സർക്കാർ ജീവനക്കാരുടെ വ്യത്യസ്ത സമീപനം കൊണ്ട് ശ്രദ്ധ നേടുന്നത്. ആലപ്പുഴയിൽ നിന്നും പുറപ്പെട്ട് പുന്നമടക്കായലിലൂടെ സഞ്ചരിച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വിശാലമായ വേമ്പനാട്ട് കായലിലേക്ക് എത്തിച്ചേരും. ഉച്ചയ്ക്ക് 12:30 പാതിരാമണൽ ദ്വീപിലെത്തും. അരമണിക്കൂർ സമയം ദ്വീപ് ചുറ്റിക്കാണുവാനുള്ള സമയം സഞ്ചാരികൾക്ക് ലഭിക്കും. തിരികെ ബോട്ടിലെത്തുമ്പോൾ കുടുംബശ്രീ പ്രവർത്തകരുടെ കുട്ടനാടൻ വിഭവങ്ങളടങ്ങിയ ഉച്ചയൂണ് തയ്യാറാണ്. തുടർന്ന് കുമരകത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ ജീവനക്കാരുടെ വകയായി സംഗീത വിരുന്നുമുണ്ടാകും. ടൂറിസം കേന്ദ്രമായ കുമരകത്തിന്റെ തീരങ്ങളിലൂടെ സഞ്ചരിച്ച് കുട്ടനാടിന്റെ ഹൃദയഭൂമിയായ ആർ ബ്ലോക്ക്, ചിത്തിര, മാർത്താണ്ഡം, റാണി തുടങ്ങിയ കായൽ നിലങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകുന്നേരം 4 മണിക്ക് ആലപ്പുഴയിൽ തിരിച്ചെത്തും. എല്ലാ കാലത്തും ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ KSRTCയുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കാരണം. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ട് ഞാനതെല്ലാം മറന്ന് അവരോടൊപ്പം ഞാൻ ഈ യാത്രയിൽ പങ്കെടുത്തു. അവരുടെ സപ്പോർട്ടും ആ KSRTCക്കാരും വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇവിടുത്തെ സംവിധാനം എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത് ഇതും സർക്കാരിൻ്റെ ജലഗതാഗത വകുപ്പിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണെന്ന്. എന്തായാലും KSRTCയുടെ പ്രവർത്തനം ജലഗതാഗത വകുപ്പിൻ്റെ പ്രവർത്തനം ഏറ്റവും അഭിനന്ദനാർഹമായ ഒന്നാണെന്ന് ഒരു സംശയം കൂടാതെ പറയാം. സ്റ്റാഫല്ല, ഞങ്ങളോടൊപ്പമുള്ള ഒരാളുകളെ പോലെയാണ് പെരുമാറിയത്. ആടാൻ പാടാൻ ഞങ്ങൾക്ക് ഈ പരിസരം മുഴുവൻ പറഞ്ഞു പരിചയപ്പെടുത്തി തരാൻ ഞങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും, കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യം, പിന്നെ പാതിരാമണൽ പോയ സ്ഥലത്ത് അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരണം അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പിന്നെ ഭക്ഷണം, ഗംഭീര ഭക്ഷണം, എനിക്ക് നല്ല ഇഷ്ടമായി. ഗവൺമെൻറ് യാത്ര ഞങ്ങൾ പലപ്പോഴും ഇവിടെ കുട്ടനാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. വളരെ രസകരമായ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഫുഡിൻ്റെ ആയാലും യാത്രയായാലും ഉല്ലാസയാത്രയായാലും എല്ലാതും വളരെ രസകരമായിരുന്നു. ഇവിടെ വരുന്നവർക്ക് അതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും. ഞങ്ങൾക്കെല്ലാവർക്കും യാത്ര വളരെ സംതൃപ്തിയായി. ഒരു മനസ്സിലൊന്നും മായാത്ത ഒരു ഓർമ്മയായിട്ട് ഇതിനെ എന്നും നിലനിർത്താൻ പറ്റുന്ന ഒരു അനുഭവം തന്നെയാണ്.
ഫാമിലി മെമ്പേഴ്സ് എന്ന പോലെ തന്നെയുള്ള ഒരു പെരുമാറ്റം തന്നെയായിരുന്നു ഇവരുടെ എല്ലാവരുടെയും. ഒരാളും ഒന്നിലൊന്നും മികച്ചു തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഒരു സ്ഥലത്തും ഈ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ സേവനം നമുക്ക് കിട്ടാറില്ല. കിട്ടാറെന്നുള്ള ഒരു പക്ഷെ അവർക്ക് പരിമിതി കൊണ്ടാവാം. പക്ഷെ ഇത് ഇവരുടെ പരിമിതിക്ക് പുറത്തു നിന്നുകൊണ്ട് ഉല്ലാസയാത്രയ്ക്ക് വരുന്നവരുടെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അവരത്രയ്ക്കും നമ്മുടെ കൂടെ ഈ ജലഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് വേണ്ട എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരികയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഭക്ഷണം അറേഞ്ച് ചെയ്യുകയും നമുക്ക് ഒന്നും പഠിക്കാനില്ല. ഭക്ഷണം വയറ് പ്രശ്നമെന്നോ അല്ലെങ്കിൽ ഒരു ഉല്ലാസയാത്ര കഴിഞ്ഞ് പോകുമ്പോഴുള്ളൊരു പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് ആവശ്യപ്പെട്ട ഭക്ഷണം, ചായ, ലഘുഭക്ഷണങ്ങൾ, ഫുഡ്, ഉച്ചക്കലത്തെ ഭക്ഷണം ഒക്കെ നല്ല ഭക്ഷണമായിരുന്നു. ജലഗതാഗത വകുപ്പിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഈ ഉല്ലാസയാത്രയുടെ ഒപ്പം ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു യാത്ര കണ്ടാണ് ഞങ്ങൾ ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. വീണ്ടും ഇങ്ങോട്ട് വരണം എന്നുള്ള ഒരു തീരുമാനത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത്. അത് ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. ഗവൺമെന്റ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കുമല്ലോ ആ ഒരു വൈബ് അങ്ങ് എത്തും. പക്ഷേ ഒന്നും പറയില്ല, അടിപൊളി സൂപ്പറായിരുന്നു. ഞങ്ങൾ കയറിയപ്പോൾ ഇത്രയൊന്നും വൈബ് പ്രതീക്ഷയില്ല, പക്ഷെ കറങ്ങാൻ തോന്നുന്നില്ല, അങ്ങനെ അടിപൊളിയായിരുന്നു. അതെ, അടിപൊളിയാണ്. സത്യം പറയാം, സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ നല്ല സ്റ്റാഫാണ്. നല്ലതെന്ന് പറയാം. ഇത്രയും നമ്മളേക്കൊരു സംഗീതം എന്നൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു വൈബ്, മ്യൂസിക്കും ഡാൻസും എല്ലാം കൂടി ആയിട്ട് ഒരു പ്രത്യേക ഫീലായിരുന്നു. നമുക്കൊരു ലക്ഷറി സ്പോട്ടിൽ പോകുന്നതിനേക്കാൾ ഒരു വലിയ ഫീൽ നമുക്കിവിടെ കിട്ടുന്നുണ്ടായി. നല്ല രസമുണ്ടായിരുന്നു. യങ്സ്റ്റേഴ്സിനൊക്കെ മൊത്തം എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടി ഒരു നല്ലൊരു ഫാമിലി ഫീലിംഗ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു മൊത്തത്തിൽ. സംസ്ഥാന ജലഗതാഗത വകുപ്പിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു വിനോദസഞ്ചാര സംവിധാനമാണ് ഈ 2 ജലയാന നൗകകൾ. അതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് നിരവധി സവിശേഷതകളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് പ്രത്യേകതകളെന്ന് പറയുന്നത്, എടുത്തു പറയേണ്ട ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ആലപ്പുഴയിലൊരു വിനോദസഞ്ചാരി എത്തിച്ചേർന്നാൽ അദ്ദേഹം ആലപ്പുഴയിൽ കണ്ടിരിക്കേണ്ട പ്രസിദ്ധവും പ്രസക്തവുമായ എല്ലാ പ്രദേശങ്ങളിലൂടെയും ഈ 5 മണിക്കൂർ സമയം കൊണ്ട് സഞ്ചരിക്കുന്നു. അതായത് 5 മണിക്കൂർ കൊണ്ട് 50ഓളം കിലോമീറ്ററുകളാണ് സഞ്ചരിക്കുന്നത്. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. സാധാരണ ഒരു സ്വകാര്യ വാഹനങ്ങളിൽ പരമാവധി 10-15 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് ഈ 5 മണിക്കൂർ കൊണ്ട് 50ഓളം കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നത്. അതും തുച്ഛമായ വിലയ്ക്ക്, അതായത് 400 രൂപയും 500 രൂപയും അടങ്ങുന്ന 600 രൂപ, അങ്ങനെ 3 AC 600 രൂപ, അപ്പർ ഡെക്കിന് 500, ലോവർ ഡെക്കിന് 400, അങ്ങനെ 3 കാറ്റഗറിയായിട്ടാണ് ഇതിൻ്റെ ടിക്കറ്റ് നിരക്കുകളുള്ളത്. വരുന്ന സഞ്ചാരികൾക്ക് വ്യത്യസ്തമായൊരു അനുഭവം പങ്കുവച്ചാണ് അവർ തിരിച്ചു മടങ്ങുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവനക്കാരെ അവരുടെ ഒരു ഭാഗമായി മാറുക, വിനോദസഞ്ചാരികളുടെ ഭാഗമായി മാറുക എന്നുള്ളൊരു വലിയ പ്രത്യേകത ഈ നൗകയ്ക്കുണ്ട്. അതായത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതായത് പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, അതിനേക്കാൾ ഉപരി നമ്മൾ കാണുന്ന സ്ഥലങ്ങളുടെ പ്രത്യേകതകൾ, അതിന് പ്രത്യേകിച്ച് കുട്ടനാടെന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഇന്നും പുറം ലോകത്തിന് വയ്യാത്ത നിരവധി സവിശേഷതകളുണ്ട്. അത്തരം സവിശേഷതകളൊക്കെ അത് ഭൂമിശാസ്ത്രപരമായുണ്ട്, ചരിത്രപരമായുണ്ട്, സമകാലീനങ്ങളായ കുറച്ച് ചരിത്ര സംഭവങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു പ്രദേശമാണ്. അങ്ങനെ നിരവധി സവിശേഷതകൾ സഞ്ചാരികളിലേക്ക് പകർന്നു നൽകുക എന്നുള്ളൊരു വലിയ പ്രത്യേകതയോടുകൂടി ആണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. അത് ആബാലവൃദ്ധം ജനങ്ങൾക്കും ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം വിനോദം വേണ്ടവർക്ക് വിനോദം, വിജ്ഞാനം വേണ്ടവർക്ക് വിജ്ഞാനം, അതുകൂടാതെ ഉല്ലാസയാത്ര ആസ്വദിക്കേണ്ട ആസ്വാദനം. ചുരുക്കത്തിൽ പറഞ്ഞാൽ വിനോദവും വിജ്ഞാനവും ചെറിയൊരു വ്യായാമവും കൂടെ ഈ ബോട്ടിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്.